ചക്കക്കുരു ഉണക്കച്ചെമ്മീനും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു കപ്പ് ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചതച്ചതും അതേപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ ചതച്ച മുളക്, അല്ലെങ്കിൽ നമ്മുടെ എരിവിനേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുളക് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ഉണക്കച്ചെമ്മീൻ തലയും വാലും കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് മുമ്പായിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് നല്ല ക്രിസ്പായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞൊക്കെ വരാനൊക്കെ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ചക്കൂരിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡിഷ് നല്ല ചൂട് ചോറിനൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.